എന്തായടാ? അയാൾ എന്താ പറഞ്ഞേ? എന്തു പറയാൻ? വെറുതെ ഇത്രയും കാലം ഒരു ഭാവത്തിന് ഉപദ്രവിച്ചു. വെറുതെ അവനെ ഞാൻ ജസ്റ്റ് നീ ഇങ്ങനെ കരയാതെ നീ ഒന്ന് തെളിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. നമ്മളാ തെറ്റ് ചെയ്ത്, നമ്മുടെ ഭാഗത്താ തെറ്റ്. ആൽവി അല്ല ഇതൊന്നും ചെയ്തത്. ഹലോ, ആരാ? ആൽവിൻ. ആൽവിൻ ജേക്കബ്. ആൽവി, നീ നീ എവിടെയാ? എനിക്ക് എനിക്ക് നിന്നെ ഒന്ന് കാണണം. അത് പറയാൻ തന്നെ ഞാനും വിളിച്ചേ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനൊരു ലൊക്കേഷൻ അയക്കും. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. നീ മാത്രമല്ല, എല്ലാവരും വരണം. ആ, ഞങ്ങൾ വരാം. നീ ലൊക്കേഷൻ അയച്ചാൽ മതി. ഫെലിക്സെ, നീ എന്താ ഇവന്റെ കൂടെ? വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിയത്? ഞാൻ പറയാം, അവൻ എന്താ കാർത്തിക്കിന്റെ കൂടെയെന്ന്. അൽവി, ഞാൻ മിണ്ടരുത്. കുറച്ചു നേരത്തേക്ക് ഞാൻ സംസാരിക്കും, നിങ്ങളെല്ലാവരും കേൾക്കും. കുറെ ആയല്ലോ കണ്ടിട്ട്. എല്ലാവരും ഒരുപാട് മാറിപ്പോയി. നിങ്ങൾക്കറിയേണ്ടത് ഫെലിക്സ് എങ്ങനെയാ കാർത്തിക്കിന്റെ കൂടെ ഇവിടെ വന്നേന്നല്ലേ? അത് അവൻ തന്നെ പറയും. അല്ലേ ഫെലിക്സെ? പറയാം. എന്തായാലും കുടുങ്ങി. അപ്പൊ പിന്നെ എല്ലാവരും സത്യം പറയട്ടെ. ഏയ് കിരണേ, ഒന്ന് നിൽക്കോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? ഇത്രയും മുഖവരെയൊക്കെ തരുന്നേ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണോ? ആ, അതെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യ. അത് കിരണേ, എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടം. ഒന്ന് പോയടാ, ചുമ്മാ കളിക്കാതെ. നിനക്കൊന്ന് പ്രാന്താണോ? കളിയും തമാശയൊന്നും അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാ. എനിക്ക് നിന്നെ ഇഷ്ടം. നീ നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാൻ നിന്നൊരു ഫ്രണ്ട് എന്നല്ലാതെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല. പിന്നെ നിനക്കറിയാലോ, എനിക്ക് ആമീനെയാ ഇഷ്ടം. ആമീനെയോ? അതെപ്പോ തൊട്ട്? നീ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ എന്താ പൊട്ടനാണോ? നിനക്ക് ഇത്രയും കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല? ആമിക്ക് വരെ മനസ്സിലായല്ലോ. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അവക്കും എന്നോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. നീ ചുമ്മാ കളിപ്പിക്കാതെ പോയ ഫിലിക്സെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ പറയുന്നല്ലേ? ആമി നിന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറുന്നേ. ദേ ചുമ്മാ വെറുതെ പറയല്ലേ. സത്യമായിട്ടും കിരണ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കെന്താ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ നിന്നെ എന്റെ ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ഇന്നത്തോടെ തീർന്നു. നീ ഇങ്ങനെയാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫിലിക്സെ. ഐ എം നോട്ട് എ ഗേ, മനസ്സിലായോ? ഇനിയിപ്പോ ഗേ ആണെങ്കിൽ തന്നെ എനിക്ക് നിന്നെ പോലെ ഒരു പൊട്ടനെ അല്ല വേണ്ടത്. എപ്പോഴും ചിരിച്ചും കളിച്ചും ഒരുമാതിരി ഒരു കോമഡി പീസ്. കിരണേ, നീ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? ആ അതെ, കിരൺ തന്നെയാ. പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? ആൾക്കാരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ. ഹായ് ഗൈസ്, ഇതെന്റെ ബോയ് ഫ്രണ്ടാ, ഒരു കോമഡി പീസാ. നീ ഒരുമാതിരി സർക്കസിലെ ജോക്കറിനെ പോലെയാ. ദേ, ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് എന്റെ മുമ്പേ വരരുത്. കിട്ടാനുള്ള മറുപടി കിട്ടിയല്ലോ. ദയവ് ഇത് എന്റെ ആമയുടെ നടുക്ക് കയറി കളിക്കരുത്. ഞങ്ങളൊന്ന് പൊക്കോട്ടെ. അയ്യടാ, നിന്ന് കരയുന്ന നോക്കിയേ. എടാ, പെണ്ണുങ്ങളെ പോലെ നിന്ന് കരയേണ്ട, ആണുങ്ങളെ പോലെ നെഞ്ചു മുരിച്ച് നിക്കടാ. നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? ഞാൻ പോവാ, മാറിയേ. ഹ, അങ്ങനെ അങ്ങ് പോവാതെ ഫിലിക്സേ. കാര്യം എന്റെ അനിയനൊക്കെ ആണെങ്കിലും ആ സാധനത്തിന് കുറച്ച് അഹങ്കാരം കൂടുതലാ. അതാ ഇപ്പൊ കാണിച്ചിട്ട് പോയത്. നിന്റെ വിഷമം മാറാൻ
ഞാനൊരു വഴി പറഞ്ഞുതരാം. ദേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വിഷമവും സങ്കടമൊക്കെ പമ്പ കിടക്കും. ശരിക്കും ഇത് കഴിച്ച സങ്കടമൊക്കെ മാറുമോ? ആടാ, സത്യമായിട്ടും ഒരു വിഷമവും നിനക്കുണ്ടാവില്ല. നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്. ആ, അങ്ങനെ. ദേ, ഇതും കൂടി വെച്ചോ. ഇതൊന്ന് വലിച്ചു നോക്ക്, അപ്പൊ എല്ലാം തീരും. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാ സങ്കടവും അങ്ങ് മാറിയില്ലേ? എടാ, എൻ്റെ അനിയൻ, അതായത് കിരൺ, നിന്നെ ആക്ഷേപിച്ചില്ലേ? നീ കാണിച്ചു കൊടുക്കണം കോമഡി പീസ് അല്ലാന്നും നല്ല ഉഷിരുള്ള ആൺകുട്ടിയാണെന്നും. അതോടെ അവൻ്റെ പത്തി താഴ്ന്നോളും. എല്ലാവരും ഇങ്ങനെയാണ്. കോമഡി പീസായിട്ട് നടന്നാലേ നമ്മളെ ചവിട്ടി അങ്ങ് പുറത്താക്കും. നീ അവന്മാർക്ക് തെളിയിച്ച് കൊടുക്കണം. പിന്നെ നിനക്ക് കിരണിനെ ഇഷ്ടമാണെങ്കിൽ ദേ ഈ കാർത്തിക് നടത്തി തരും നിങ്ങളുടെ കല്യാണം. പക്ഷേ നിനക്ക് കിരണിനെ വേണമെങ്കിൽ നീ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരണം. എന്താ? എന്ത് സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? വേണം, എനിക്ക് കിരണിനെ വേണം. ഗുഡ് ബോയ്. നീ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും ഫാസ്റ്റാണല്ലോ. എടാ, നിന്റെയും കിരണിൻ്റെയും ഇടയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അവളാ, ജുവൽ അബ്രഹാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സമാണ് അവളുടെ ഏട്ടൻ ജസ്റ്റിൻ. നീ ആ ഒരു സഹായം മാത്രം ചെയ്താൽ മതി. ജുവൽ, അവളെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് എത്തിച്ചു തന്നാൽ മതി. എന്തിനാ? നിങ്ങൾക്ക് എന്തിനാ അവളെ? എടാ, നിന്റെ ലൈഫിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അവളാണ്, ജുവൽ. അവളെ മാറ്റാണ്ട് നിനക്ക് കിരണിനെ കിട്ടുമോ? ഇല്ല. അപ്പൊ നീ എന്ത് ചെയ്യും? മാറ്റും. ഏത് വിധേനെ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റും. ആ, അതുപോലെ ഞങ്ങളുടെ ലൈഫിലെ ഒരു വിലങ്ങുതടിയാണ് ഇവളുടെ ഏട്ടൻ ജസ്റ്റിൻ. അവനെ ഒന്ന് അടക്കണമെങ്കിലും ഇവള് വേണം. ഇവള് പോയി കഴിഞ്ഞാൽ നിന്റെ റൂട്ടും ക്ലിയർ ആവും, ഞങ്ങളുടെ റൂട്ടും ക്ലിയർ ആവും. ഓക്കെ ആണോ? ഞങ്ങൾ പറയുന്ന സമയത്ത് അവളെ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു തന്നാൽ മാത്രം മതി. നീ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരണ്ട. അവളെ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുതരും. നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പറ, ഞാൻ അവളെ കൊണ്ട് നിർത്താം. അതാണ്, അത് മതി ഞങ്ങൾക്ക്. എന്നാ ഇത് നീ വെച്ചോ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സങ്കടവും ദേഷ്യവും വരികയാണെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. എല്ലാം മറക്കും. ഇനി വേണമെങ്കിൽ ഞാൻ അവളോട് ചോദിച്ചാൽ മതി, ധാരാളമായിട്ട് തരാം. ആമി, നമ്മൾ രണ്ടുപേരോട് അപ്പുറത്തെ ബ്ലോക്കിലേക്ക് ആൽവി ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പുറത്തെ ബ്ലോക്കിലേക്കോ? അതെന്തിന്? അവര് ഓഡിറ്റോറിയത്തിലല്ലേ ഉള്ളേ? അല്ല, അവനെന്തോ നിന്നോട് ഒരു കാര്യം പറയാനുണ്ടത്രേ. അതുകൊണ്ട് അപ്പുറത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ രണ്ടുപേരോടും ചെല്ലാൻ പറഞ്ഞു.
ഡാ ഫെലിക്സേ, താങ്ക്സ് ഡാ, ഒരുപാട് നന്ദി. ഇനി നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോ. ആരെങ്കിലും കണ്ടാലേ നിന്നെയും കൂടി ഇതിലേക്ക് വലിച്ചിടേണ്ടി വരും. ഞങ്ങളുടെയോ നിന്റെയോ പേര് ഇതിലേക്ക് വരാതെ എൻ്റെ അപ്പം നോക്കിക്കോളും. പിന്നെ അവരുടെ മുമ്പിൽ അഭിനയിച്ച് പിടിച്ച് നിൽക്കേണ്ടത് അത് നിന്റെ കയ്യിലാണ്. അല്ല, ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ? അത് ഞങ്ങൾ നോക്കിക്കോളാം. നീ ഒന്നും അറിയാത്ത പാവത്തെ പോലെ അവിടെ അങ്ങ് നിന്നാ മതി. അപ്പം നിന്റെ പേര് ഇതിലേക്ക് വരില്ല. എന്തായാലും ഇത് ആരുടെ തലയിലാണ് ഇടണ്ടെന്നും ഇതെങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിക്കണമെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. സോ ഫെലിക്സ് ഇപ്പം ചെല്ലാൻ നോക്കും. ഇവളിത് കുറെ നേരമായാലോ പോയിട്ട്, ഒന്ന് നോക്കിയേക്കാം. ആമി, ആമി. ജസ്റ്റി, പ്ലീസ്, ഞാനല്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കിതിൽ ഒരു ബന്ധവുമില്ല. പ്ലീസ്. ഫെലിക്സേ, നിന്നെ? ആ അതെ, ഞാൻ തന്നെ ഇത് ചെയ്തത്. അവള് ചത്തു തൊലഞ്ഞപ്പോ നിനക്ക് ഈ പൊട്ടനെ വേണ്ടി വന്നില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ, ഈ പൊട്ടനെ കളിച്ചും ചിരിച്ചും നടക്കാൻ മാത്രമല്ല അറിയുന്നതെന്ന്. നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞത് ഇവരുടെ അടുത്തേക്കൊന്നും അല്ല. ഞാൻ ഏത് നരകത്തിൽ പോയാലും അവിടെ നീ എൻ്റെ കൂടെ വേണം. കാരണം എനിക്ക് നിന്നെ ഇഷ്ടം. നിനക്ക് ഭ്രാന്താ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. കളിച്ചും ചിരിച്ചും കൂടെ നടന്നിട്ട് മനസ്സിൽ കയറി പറ്റിയിട്ട് പറഞ്ഞപ്പോ ഞാൻ നിനക്ക് പൊട്ടനാണല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ. അതിന് നീ എന്തിനാ ആമീനെ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ ലൈഫിന് ഇടങ്ങോലായിട്ട് വന്നവളെ ഞാൻ പറിച്ചു മാറ്റി. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്തായാലും നിന്റെ അഭിനയം കലക്കി ഫെലിക്സ്. ഇത്രയും കാലം അനിയനെ പോലെ കൂടെ ചേർത്ത് പിടിച്ചതിന് നീ എനിക്ക് തന്ന സമ്മാനം കൊള്ളാം. നിങ്ങൾ മാത്രമേ എന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും നിങ്ങളെ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ ആ വൃത്തിയേട്ടവളുടെ മുഖമേ ഓർമ്മ വരുള്ളൂ. അവൾ ഒറ്റൊരുത്തി കാരണം. ഡാ പന്ന നാറി, എന്റെ പെങ്ങളെ കൊന്നിട്ട് ന്യായം പറയുന്നോ? ആൽവി എവിടെ? ക്രിസ്റ്റി, ആൽവി എന്തിയെ? അവൻ പോയി. എവിടെ പോവാൻ? ക്രിസ്റ്റി പറ, ആൽവി എവിടെ? എനിക്കറിയില്ല. പോവാന്ന് പറഞ്ഞു, പോയി. എവിടേക്കാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഈ കത്ത് മാത്രം എൻ്റെ കയ്യിൽ തന്നു. കത്തോ? എന്ത് കത്ത്? നിങ്ങളെല്ലാവരും ഇപ്പം എന്നെ തിരക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ പോവുക. എനിക്കൊരു ബ്രേക്ക് വേണം. ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ആരും എന്നെ അന്വേഷിക്കേണ്ട. എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറയില്ല. ഇപ്പം എല്ലാവർക്കും സത്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആമിയോട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചു.
എന്നെ ആകെ വിശ്വസിച്ചത് ക്രിസ്റ്റി മാത്രം. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അതെ, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ജസ്റ്റി, നീ എന്നോട് എന്തൊക്കെ കാണിച്ചാലും നീ നീ എനിക്കെന്നും വേണം. നിന്നെ ഞാൻ ഒരിക്കലും വെറുക്കില്ല. കാരണം നമ്മൾ റിലേഷനിലായ സമയത്ത് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് തെറ്റിദ്ധാരണയല്ല എന്ത് സംഭവിച്ചാലും ഒരിക്കലും പരസ്പരം വെറുക്കരുതെന്ന്. അത് ഞാൻ കാത്തു സൂക്ഷിക്കും. എനിക്ക് നിന്നെ വെറുക്കാൻ പറ്റില്ല. എനിക്ക് നീയെന്ന് വെച്ചാൽ ജീവനാ. പക്ഷേ ഇനി അത് വേണ്ട. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അത് മതി. കൂടെ നിന്ന് സഹായിച്ചതിന് ജെന്നി, ലിസ, ആര്യ, നമ്മൾ 3 പേർക്കും ഒരുപാട് നന്ദി. ചെയ്തൻ്റെ ചൈൻ്റെ കയ്യിൽ ഞാനൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 3 പേർക്കും വേണ്ടി. അത് പോയി മേടിക്കണം. പിന്നെ ക്രിസ്റ്റി, താങ്ക്സ് ഡാ. ആരും വിശ്വസിക്കാത്ത സമയത്ത്, ആരും കൂടെ നിൽക്കാത്ത സമയത്ത് എൻ്റെ കൂടെ നിന്നതിന്. ജസ്റ്റി, I still love you, but you broke my trust. So, I'm leaving. But never forget this. I still love you. അലയാഴി മനസ്സിൽ നിറമേകി നീങ്ങുകയാ ഈ യാത്ര നേരും നാളുകളും രാവുകളും. സായാഹ്ന മേഘങ്ങളിൽ ചായങ്ങൾ എഴുതുകയാ നീ എന്നുമല്ലേ ഓർമ്മകളായി പോവാതെ പോവാതെ ഇനിയേ പോരാതെ തീയവും പടവും തിരയും മറുവാക്കിനായി നിലവേ മായാതെ. ആൽവി, എങ്ങാനും എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഞാനപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ നിനക്കെന്നെ നഷ്ടപ്പെട്ട പറഞ്ഞെത്തിക്കോ അങ്ങ് പാരീസിലേക്ക്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാ പാരീസ്, ദ സിറ്റി ഓഫ് ലവ്. ഞാൻ എത്രയൊക്കെ ഉയരത്തിൽ പറന്നു പോയാലും ലാസ്റ്റ് അവിടെയേ ചെല്ലുള്ളൂ. അതുകൊണ്ട് എങ്ങാനും നിനക്കെന്നെ നഷ്ടപ്പെട്ടു പോയാൽ അവിടേക്ക് വന്നാൽ മതി. ആ ടവറിൻ്റെ അവിടെ നിന്നെയും കാത്ത് ഞാനുണ്ടാവും. അനന്തുവേട്ടാ, എനിക്ക് പാരീസിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് തരുമോ? ജസ്റ്റി, 1 വർഷമായില്ലേ നീ അവനെ തപ്പി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നേ. മതിയേടാ. ഇല്ല, തപ്പി ഞാനില്ലാണ്ടായാലും അവനില്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കൂല. അനന്തുവേട്ടാ, പ്ലീസ്, കാലം ഞാൻ പിടിക്കാം. എനിക്ക് ടിക്കറ്റ് എടുത്ത് തരുമോ? എടാ നീ, അതൊന്നും വേണ്ട, ടിക്കറ്റ് ഞാൻ എടുത്തുതരാം. മോനെ ജസ്റ്റി, എന്ത് കോലപാടാ ഇത്? ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അതിനെന്താടാ, നീ എനിക്കും മോൻ തന്നെയാ. വാ, എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. നടക്കും, പേടിക്കണ്ട. വിധി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അവൻ അവിടെ തന്നെ കാണും. ആൽവി, നീ പറഞ്ഞതുപോലെ നിന്നെയും തപ്പി ഞാൻ ഇവിടെയും എത്തി. നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല.
നീ നീ എവിടെയാ? അപ്പ പറഞ്ഞതുപോലെ ഒന്നിക്കാൻ വിധിയുണ്ടെങ്കിൽ നീ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞു. എന്നിട്ട് നീ ഇവിടെ ഇല്ല. നിനക്കെന്നെ അത്രയ്ക്ക് വേണ്ടേ? ആർക്കും ആർക്കും വേണ്ടാതെ ഞാൻ എന്തിനാ ഇവിടെ? നിനക്കും വേണ്ടെങ്കിൽ ഞാൻ ഞാൻ പൊക്കോട്ടെ, പപ്പയുടെ മമ്മയുടെ ആമിയുടെ അടുത്തേക്ക്. അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കി നീ പോയാ അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലുവിടെ പട്ടി.